എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഈ തൂവലുകൾ വരുമ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? തൂവൽ എന്ന് പറഞ്ഞ ഫെദർ, ഈ പക്ഷിയുടെ തൂവലുകളില്ലേ, അത് വരുമ്പം നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ കാണുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധയോടെ ക്ഷമയോടെ കാണുക. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇന്നിടാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ചിത്രശലഭങ്ങളെ കണ്ടാലുള്ള യൂണിവേഴ്സൽ മെസ്സേജിനെസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തു, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തു, മാഡം ഞാനിങ്ങനെ ബട്ടർഫ്ലൈയെ കാണുന്നതിനേക്കാൾ കൂടുതൽ തൂവലുകൾ കാണുന്നു എന്ന്. പൂജാ റൂമിലും വീടിൻ്റെ സിറ്റ് ഔട്ടിലും ഒക്കെ തൂവലുകൾ കാണുന്നു, പല നിറങ്ങളിലുള്ള. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അതിനനുസരിച്ചാണ് ഞാൻ ഇന്ന് ഈ തൂവലുകളെക്കുറിച്ച്, പക്ഷിയുടെ ഓരോ തൂവലുകൾ കാണുമ്പോൾ ഉള്ള യൂണിവേഴ്സൽ മെസ്സേജിനെ കുറിച്ച് ഇടാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നിങ്ങളെല്ലാവരും ക്ഷമയോടെ ഇത് കാണുക. ഓരോ തൂവലിൻ്റെയും നിറം അനുസരിച്ച് നമുക്ക് ഓരോ യൂണിവേഴ്സൽ മെസ്സേജ് ഓരോ തരത്തിലാണ്. അപ്പം എല്ലാവരും അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം തൂവലുകൾ കാണുന്നത് അത് വെറും ഒരു കാഴ്ചയല്ല, അതൊരു ഡിവൈൻ മെസ്സേജ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ദിവസങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ ചില ചെറിയ കാര്യങ്ങളാകാം നമ്മുടെ ജീവിതത്തിലെ വലിയ ടേണിംഗ് പോയിന്റ് ആകുന്നത്. അതായത് ഒരു വെള്ള തൂവൽ കാണുക, ഒരു നീല തൂവൽ കാണുക, ഒരു പിങ്ക് തൂവൽ കാണുക, അല്ലെങ്കിൽ ഒരു കറുത്തത് കാണുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ഒരു ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് യൂണിവേഴ്സ് നമുക്ക് സബ് ടൈറ്റിലായിട്ട് അയക്കുന്ന ഒരു മെസ്സേജ്, ഒരു ഹഗ്ഗാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ഇത് കാണുന്നത് ആക്സിഡൻ്റ് ആണോ അത് അലൈൻമെൻ്റ് ആണോ, അതും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഈ തൂവലിൻ്റെ ദൈവിക അർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ദ സിംബോളിസം, അതായത് ലൈറ്റ്നെസ്, ഫെദർ എന്ന് പറഞ്ഞ ലൈറ്റ്നെസ്, ഫ്രീഡം, ഫെയ്ത്ത്, ഏഞ്ചലിക് പ്രസൻസ്, ഇങ്ങനെ എല്ലാം അതിന് ദൈവികമായ മീനിങ്ങുകളുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഫെദേഴ്സിനെ കാണുമ്പോൾ പലർക്കും തോന്നാറുണ്ട്, ഇത് എന്തെങ്കിലും പ്രത്യേകമായ ഒരു അർത്ഥമാണോ? അതെ, എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ വെളുത്ത തൂവൽ, അതായത് വൈറ്റ് ഫെദർ കാണുകയാണെങ്കിൽ നമുക്ക് സമാധാനം ലഭിക്കും, നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മുടെ മനസ്സ് പ്യുവറാണ്, പ്യൂരിറ്റി ആണ്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, വൈറ്റ് ഫെദർ കാണുമ്പോൾ. രണ്ടാമതായി ബ്ലാക്ക് ഫെദർ, അതായത് കറുത്ത തൂവൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് റിലീസ് ലഭിക്കും, അതുപോലെ ഒരു ക്ലോഷർ ഉണ്ടാവും, ഒരു ഡീപ്പ് ഹീലിംഗ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഓക്കെ, അതുപോലെ ഗ്രേ ഫെദർ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ബാലൻസ് ഉണ്ട്, ഒരു ഡ്യുവാലിറ്റി ഉണ്ട്, നമുക്കൊരു അബൻഡൻസ് ഉണ്ട്, നമ്മുടെ സമ്പൽ സമൃദ്ധി നമ്മുടെ അടുത്തോട്ട് വരികയാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും ലഭിക്കുന്നത്. അതുപോലെ പിങ്ക് ഫെദർ, അതായത് റോസ് നിറമുള്ള തൂവൽ കാണുകയാണെങ്കിൽ നമ്മൾ സ്നേഹത്തിലാണ്, നമുക്ക് നമ്മുടെ ചുറ്റിനും സ്നേഹമുണ്ട്, നമുക്കൊരു കംഫേർട്ട് സോണിലാണ്, അതുകൊണ്ട് നമുക്കൊരു കംഫേർട്ട് സോണിലാണ് എന്നുള്ളൊരു സൂചനയാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. അതുപോലെ യെല്ലോ ഫെദർ, അതായത് മഞ്ഞ തൂവൽ, ഇത് കാണുമ്പോൾ ജോയ്, നല്ലൊരു ഹാപ്പിനെസ്, എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ക്ലാരിറ്റി, ഇതെല്ലാം നമുക്ക് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു യൂണിവേഴ്സൽ സന്ദേശമാണിത്. നമുക്ക് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട്, അതായത് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി നമ്മുടെ മനസ്സിലുണ്ട്. അതുപോലെ ബ്രൗൺ ഫെദർ, അതായത് ഒരു ഗ്രൗണ്ടിങ്, അതായത് നമ്മുടെ ഒരു അടിസ്ഥാനം കറക്റ്റാണ്, നമ്മൾ ഒരു നേർ വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ സപ്പോർട്ടിനായി നമ്മുടെ ഫാമിലി ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു ബ്രൗൺ ഫെദറിൽ കാണുന്നതിലൂടെ യൂണിവേഴ്സ് തരുന്ന സന്ദേശം. ഓക്കെ, അപ്പം നിങ്ങൾ കാണുന്ന ഫെദറിൻ്റെ നിറം പറയുന്ന സന്ദേശം അത് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കുക. ഇനി അടുത്തത് യൂണിവേഴ്സ് നമുക്ക് പറയുന്ന 7 സയൻസ്. ഇപ്പം നമ്മൾ എവിടെ തൂവൽ കണ്ടാലും യൂണിവേഴ്സ് മെയിനായിട്ട് പറയുന്ന 7 സിഗ്നൽസിനെ കുറിച്ചാണ് ഞാനീ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഫെദർ കാണുമ്പോൾ യൂണിവേഴ്സ് പറയുന്നു, നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ,
നിങ്ങളെ ഞാൻ കാത്ത് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന ഒരു മീനിങ് ആണ് ഫസ്റ്റ് വൺ. ഓക്കെ, ഒന്നാമത്തെ സിഗ്നൽ. രണ്ടാമത്തത്, നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥന ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുവോ? അതിൻ്റെ ഉത്തരമാകാം ഇത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ മൂന്നാമത്തേതായിട്ട്, നിങ്ങളുടെ വേദനയെ വിട്ടുകളയുക. എന്താണ് നിങ്ങളുടെ വിഷമം, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പ്രോബ്ലം, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? വിട്ടുകളയുക, ലെറ്റ് ഗോ ചെയ്യുക, യൂണിവേഴ്സിലേക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, എന്നിട്ട് പുതിയതിലേക്ക് നീങ്ങുക. നിങ്ങളുടെ പോസിറ്റീവ് തോട്ട്സിൽ മാത്രമുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ നീങ്ങുക. അതായത് ഒരു കറുത്ത തൂവൽ കാണുമ്പോൾ ഒരു പെയിൻഫുൾ പാസ്റ്റ് നീക്കി വെക്കാനായിട്ട് യൂണിവേഴ്സ് ആഹ്വാനം ചെയ്യുകയാണ്. അതായത് നമുക്ക് പാസ്റ്റിൽ ഒത്തിരി എന്താ പറയുക, പെയിൻഫുൾ തോട്ട്സൊക്കെ ഉണ്ടാവും. ഇതിനെയെല്ലാം നമ്മൾ മാറ്റി നമ്മൾ ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് യൂണിവേഴ്സ് ആഹ്വാനം ചെയ്യുന്നു. ഓക്കെ, വേദനയെ വിട്ടുവിടുക. പിന്നെ നാലാമത്തേതായിട്ടുള്ളൊരു സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആത്മാവ് വളരുകയാണ്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നതും ലേണിംഗ് ഫുൾ ഫേസിൽ ആണ് നിങ്ങൾ. ഇപ്പം നിങ്ങൾ എന്തെല്ലാം കേൾക്കുന്നു അതെല്ലാം നമ്മളൊരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതിലാണല്ലേ ഇപ്പം നമ്മളെല്ലാവരും. അപ്പം ഈ ഒരു ഫെദർ, അതായത് ഫെദേഴ്സിനെ കാണുമ്പം നമ്മുടെ ഒരു സോൾ ഗ്രോത്ത്, അതായത് നമ്മുടെ ഒരു സോൾ അവേക്കനിങ് എന്നൊക്കെ പറയും, ഒരു ആത്മീയ ഉയർച്ചയ്ക്ക് ഉള്ള ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഫെദറിനെ കാണാം. നമ്മുടെ ആത്മാവ് വളരുകയാണ്, നാലാമത്തെ സിഗ്നൽ. അഞ്ചാമത്തത്, വിശ്വസിക്കൂ, തളരാതിരിക്കുക. അതായത് നമ്മുടെ പാത്ത് എപ്പോഴും നേരെ ആകണമെന്നില്ല. ഓക്കെ, അതായത് നമ്മളെ വഴി എപ്പോഴും നേരെ ആവണമെന്നില്ല. പക്ഷേ നമ്മുടെ ഈ ഒരു ഫെദർ കാണുമ്പം, ഈ ഒരു തൂവൽ കാണുമ്പം ഇറ്റ്സ് എ സൈനാണ്. ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾ മുന്നോട്ട് പോവുക, ഒരിക്കലും നിങ്ങൾ വിട്ടുകളയാതെ മുന്നോട്ട് പോവുക. ഡോണ്ട് ഗിവ് അപ്പ്. ഓക്കെ, അതുപോലെ ആറാമത്തേതായിട്ട് പറയുന്നത്, പുതിയ ഒരു തുടക്കം വരുന്നു. അൺഎക്സ്പെക്റ്റഡ് ഫെദർ, അതായത് ഒരു നമ്മൾ പെട്ടെന്നൊരു തൂവലൊക്കെ നമ്മുടെ മുന്നിലോട്ട് വീഴുകയൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കുക ന്യൂ ചാപ്റ്റർ ബി റെഡി, അതായത് നമ്മളുടെ ഒരു പുതിയ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആറാമത്തെ സൈൻ തരുന്നത്. ഏഴാമത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ആയി കഴിഞ്ഞു. അതായത് നമ്മുടെ നെഗറ്റീവ് എനർജിന്ന് നമ്മൾ പോസിറ്റീവ് എനർജിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ്, പ്യുവർ മൈൻഡ് സെറ്റിൽ നിന്ന് റിച്ച് മൈൻഡ് സെറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏഴാമത്തെ സിഗ്നൽ. അപ്പോൾ ഫെദർ ആഫ്റ്റർ ജേർണലിംഗ്, പ്രെയർ ഓർ ഹീലിംഗ്, യു ഹാവ് ഷിഫ്റ്റഡ്. നിന്റെ വൈബ്രേഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും എന്താണ്, നമ്മുടെ വൈബ്രേഷൻ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏഴാമത്തെ സിഗ്നൽ. നമ്മുടെ എനർജി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഷിഫ്റ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ എനർജിയുമായിട്ട് യൂണിവേഴ്സിൻ്റെ എനർജി മാച്ചായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും അല്ലേ. അപ്പം നമുക്ക് ഇനി അടുത്ത പോയിന്റ് എന്താണ്, ഇതാണ് 7 സിഗ്നൽസ് എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത്, ഫെദറിനെ കണ്ടാൽ, തൂവലിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ആരാധനയോടെ നോക്കുക. ഒന്ന് നല്ല ആരാധനയോടെ നോക്കുക. ഇത് എൻ്റെ ഏഞ്ചൽസ് അയച്ചതാണെന്ന് വിശ്വസിക്കുക. ഇത് നമ്മുടെ മാലാഖമാർ നമുക്ക് ഭൂമിയിലേക്ക് അയച്ചതാണെന്ന് നമ്മൾ വിശ്വസിക്കുക. അതുപോലെ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദി സൈൻ എന്ന് പറയുക. അതുപോലെ ജേർണൽ ചെയ്യുക, നമ്മുടെ ഒരു ബുക്കിൽ എഴുതുക. ആ ദിവസം നമ്മൾ എന്താണ് യൂണിവേഴ്സിനോട് ചോദിച്ചത് അതേക്കുറിച്ച് എഴുതുക. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടും അതിനെ കാണാം. പിന്നെ അതുപോലെ മെഡിറ്റേഷൻ ചെയ്യുക. നമുക്ക് വേണ്ടിയിട്ട് ഒരു തൂവൽ ലഭിക്കുമ്പോൾ ആ തൂവലിനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആ സൈൻ എനർജി അബ്സോർബ് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. പിന്നെ അഞ്ചാമത്തെ കാര്യം, ആ ദിവസം ഒരുപാട് സ്നേഹപ്രദമായ പ്രവൃത്തികൾ ചെയ്യൂ. നിങ്ങൾ കാണുന്ന തൂവല് ആരുടെയെങ്കിലും ആത്മാവിൻ്റെ സന്ദേശമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഈ ഒരു തൂവലിനെ കാണുന്ന ദിവസം നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് സ്നേഹപ്രദമായ പ്രവൃത്തികൾ കാണും. ചിലപ്പോൾ ആരുടെയെങ്കിലും ആത്മാവിൻ്റെ ഒരു സന്ദേശമായിരിക്കും. അതായത് സ്പ്രെഡ് ഓഫ് ലവ്, അതായത് നമ്മൾ സ്നേഹം എല്ലായിടത്തും എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക, വ്യാപിപ്പിക്കുക അല്ലേ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാവരും ഇത് വിശ്വസിക്കുക, ഈ ഫെദർ ഒരു സാധാരണ വസ്തുവല്ല. ഓക്കെ, ഈ ഒരു തൂവൽ സാധാരണ ഒരു വസ്തുവല്ല, നിങ്ങൾക്കായി അയച്ച ദൈവീകമായ യൂണിവേഴ്സിൻ്റെ ചിന്തയുടെ കണികയാണ്. ഓക്കെ,
നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ സമയത്ത് അതെത്തുന്നു. പക്ഷെ അതിനെ മനസ്സോടെ കാണണം, മനസ്സോടെ സ്വീകരിക്കണം. നിനക്ക് ഇന്നലെയും ഇന്നും ഇത് കാണാൻ സാധിച്ചുവെങ്കിൽ ടുമോറോ ഈസ് പ്രിപ്പയറിംഗ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഫോർ യു. ഫെദർ ഈസ് ട്രസ്റ്റ്, ഏഞ്ചൽ, എനർജി ആൻഡ് ഫെയ്ത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സന്ദേശം നിങ്ങളെ സ്പർശിച്ചോ? നിങ്ങൾ ഈ തൂവലിനെ കാണാറുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്താണ് ഈ തൂവലിനെ കാണുമ്പോൾ ചെയ്യാറ്? അതുപോലെ ഏത് നിറമുള്ള തൂവലുകളാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് എന്നൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ഏത് നിറമുള്ള തൂവലിനെയാണ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ട അനുഭവം നിങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഏഞ്ചലിക് സയൻസ് യൂണിവേഴ്സ് വഴി ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി എല്ലാവരെയും ബ്ലെസ് ചെയ്യുകയാണ്. എല്ലാവർക്കും യൂണിവേഴ്സൽ ബ്ലെസ്സിങ് തരുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ ആയുസ്സും ആരോഗ്യം, സന്തോഷം, ജീവിത വിജയം എല്ലാം ലഭിച്ച് എല്ലാവർക്കും നല്ലൊരു സമാധാനപരമായ ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിബി അരുൺ. ഓക്കെ, എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഏത് ഫെദറിനെ കാണുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തത് എൻ്റെ ഒരു ഹാപ്പിനെസ് ക്ലബ്ബുണ്ട്. അതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ, അതായത് 21 ഡേയ്സ് കൊണ്ട് ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നവർ അതിൽ ചേരുക. ആ ഒരു ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക, താല്പര്യമുള്ളവർ മാത്രം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫെദേഴ്സ് അപ്പിയേഴ്സ് വെൻ ഏഞ്ചൽസ് ആർ നിയർ. ട്രസ്റ്റ്, സ്മൈൽ ആൻഡ് റിസീവ്. Trust the universe. Thank you, universe.